ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ സയൻസ് ഫീൽഡ് എക്സാംസ് സെറ്റാക്കും എന്നുള്ളതാണ്. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ഈ കോമൺ PSC എക്സാംസ് എഴുതാൻ വയ്യ. സയൻസ് ഫീൽഡ് എക്സാംസ് ആകുമ്പോൾ പർട്ടിക്കുലർ സിലബസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കറക്റ്റ് സിലബസ് ഉണ്ട്, അതിൽ തന്നെ നിന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പോൾ എന്താണ് കോമൺ PSC കാലത്തിലും സയൻസ് ഫീൽഡ് എക്സാംസ് നോക്കേണ്ടത്, അല്ലെങ്കിൽ നോക്കിയാൽ കാര്യമുണ്ടോ എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് സയൻസ് ഫീൽഡ് എക്സാംസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഗുണമെന്ന് വെച്ചാൽ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു സിലബസാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആ സിലബസിനകത്ത് തന്നെ കണ്ടൻറ്റ് നിൽക്കുള്ളൂ, അതിനകത്തുനിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരുള്ളൂ. ഇപ്പോൾ +2 ലെവലാണെങ്കിൽ പ്രത്യേകിച്ചും, ഇപ്പോൾ +2 ലെവൽ എക്സാംസ് എന്ന് പറയുമ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട്, KW ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഉണ്ട്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഉണ്ട്, ബ്ലെൻഡിങ് അസിസ്റ്റൻ്റ് ഉണ്ട്. ഡിഗ്രി ലെവൽ നോക്കുമ്പോൾ JSA ഉണ്ട്, ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ട്, DFA ഉണ്ട്, മൈക്രോബയോളജിസ്റ്റ് ഉണ്ട്, സാനിറ്ററി കെമിസ്ട്രി ഉണ്ട്. PG ലെവലാണെങ്കിൽ റിസർച്ച് അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, അതുപോലെ കുറേ പോസ്റ്റ്. ഈ ഓരോ ലെവലിനും കുറേ കാറ്റഗറി ഉണ്ട്, കുറേ പോസ്റ്റുകളുണ്ട്. ഞാനിപ്പോൾ 2022 തൊട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ മെൻറ്ററായിട്ടും അതുപോലെ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും എക്സാംസിൻ്റെതെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനത് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ എക്സാംസിലോട്ട് തിരിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യം നിങ്ങളുടെ കയ്യിൽ NCERT ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സയൻസിനാണെങ്കിലും മാത്സിനാണെങ്കിലും NCERT ബുക്സിൻ്റെ PDF അല്ലെങ്കിൽ ഹാർഡ് കോപ്പിയോ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് ആകട്ടെ, അതിനകത്ത് 50% NCERT സയൻസാണ് വരുന്നത്, ബാക്കി 50% MLT ആണ് വരുന്നത്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറാണെങ്കിൽ ഫുൾ NCERT കണ്ടൻറ്റാണ്. അപ്പോൾ നമ്മൾ ഈ കോച്ചിങ് ഇല്ലാണ്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ഈവൻ കോച്ചിങ് ഉള്ളവർക്കും ഇത് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കോച്ചിങ്ങിനോടൊപ്പമാണെങ്കിൽ എപ്പോഴും സ്വന്തമായിട്ടൊരു റെഫറൻസ് അത് നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യുക. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചതിന് ശേഷം നമ്മളായിട്ടൊരു നോട്ട് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു ഹോം വർക്കോ അല്ലെങ്കിൽ റിവിഷൻ ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. സ്വന്തമായിട്ട് നോക്കുക എന്നുള്ളതിൽ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്തെല്ലാം ഈ സയൻസ് ഫീൽഡ് എക്സാംസിനകത്തെല്ലാം റിവൈസ് ചെയ്യുന്നവരാണ് കൊണ്ടുപോകുന്നത് മുഴുവനും. ചിലപ്പോൾ 6 മാസം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ 2 മാസം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ക്രാക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഒരു ഇത്ര വർഷം ഡ്യൂറേഷൻ വേണമെന്നൊന്നുമില്ല. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എൻ്റെ കഴിഞ്ഞ ബാച്ചിൽ ഈ സിലബസ് മാറി വെറും 2 മാസം ഉണ്ടായിരുന്നപ്പോൾ ആ 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സിലബസ് കറക്റ്റായിട്ട് ആദ്യം മനസ്സിലാക്കുക, അതിന് വേണ്ടുന്ന റെഫറൻസ് മെറ്റീരിയൽ. ഇപ്പോൾ ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ റെഫറൻസ് വേണം. അപ്പോൾ JSA FSO പോലുള്ള അല്ലെങ്കിൽ പോസ്റ്റുകൾക്കാണെങ്കിൽ ആ സയൻസിൻ്റെ തന്നെ വലിയ റെഫറൻസ് ഒക്കെ ഉണ്ടല്ലോ, ചന്ദ് അല്ലെങ്കിൽ സത്യനാരായണ, അങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ റെഫറൻസ് എടുക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ PDF ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഈ ടെക്സ്റ്റ് ഒന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല. ടെക്സ്റ്റിനൊക്കെ 2000-3000 രൂപയാണ്. അതിൽ നല്ലത് അത് PDF ആയിട്ട് കിട്ടും. ടെലഗ്രാം ഗ്രൂപ്പുകളിലോ അല്ലാതെ സൈറ്റുകളിലൊക്കെ കിട്ടും. അപ്പോൾ PDF ആയിട്ട് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഇതല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ റാങ്ക് ഫയലുണ്ട്, റാങ്ക് ഫയൽസ് യൂസ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടേതായൊരു റിവിഷനും ആ സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്കും പഠിക്കുന്നതിനോടൊപ്പം സ്പെസിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് പോവുക. അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ഈ എക്സാംസ് മുഴുവനും ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് പ്രാക്ടിക്കലി പഠിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാംസാണ് ഈ ഓരോ. ഇതിന് പ്രത്യേകിച്ച് ഇന്ന ടൈമെന്നോ അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻസെന്നോ ഒന്നുമില്ല. ജസ്റ്റ് സിലബസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അതനുസരിച്ച് അതിനെ ഫോളോ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക. +2 ലെവലൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. +2 ലെവലിലുള്ള കുറേ ബുക്ക്സ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഡിഗ്രി ലെവലിലാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ബുക്കുണ്ട്. ഇപ്പോൾ എൻ്റെ ബുക്ക് നിങ്ങൾ വാങ്ങിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അതിനകത്ത് കീ പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ സ്വന്തമായിട്ടൊരു റെഫറൻസ് മൊഡ്യൂൾ വൈസ് വെച്ചിരിക്കുക, അതിനോടൊപ്പം അത് റിവൈസ് ചെയ്യുക. ഏത് അക്കാഡമിയിലാണെങ്കിലും എവിടെയാണെങ്കിലും പഠിക്കുന്നത്, എന്ത് സാഹചര്യത്തിലോ ആവട്ടെ, ഈ സയൻസ് ഫീൽഡ് എക്സാംസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് അതിനകത്ത് ആത്മാർത്ഥമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും കോമൺ PSC എക്സാംസാണ് നോക്കുന്നത്. ഇതിപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഈ എക്സാംസിന് അപ്ലൈ ചെയ്തവരാരും ഫുൾ അപ്ലൈ ചെയ്ത് എല്ലാ ആൾക്കാരും എന്ത് ചെയ്യത്തില്ല, ഈ എക്സാംസ് എഴുതത്തില്ല.
പകരം കോമൺ PSC എക്സാംസിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പൊസിഷൻ ഉറപ്പിക്കുക. ഓക്കെ.